ഹായ്, എല്ലാവർക്കും മോൻസീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ ചക്കക്കുരു മാങ്ങാക്കറിയാണ്. കറിക്ക് ആവശ്യമായ ചക്കക്കുരുവിനെ നമ്മളെടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിരിക്കുകയാണ്. വെളിയിലെ വൈറ്റ് സ്കിന്നെല്ലാം കളഞ്ഞു, ബ്രൗൺ സ്കിൻ നമ്മൾ ഫുള്ള് കളഞ്ഞിട്ടില്ല, കാരണം അത് ശരീരത്തിന് നല്ലതാണ്. അതിനെ നമ്മളിന്ന് കുക്കറിലാണ് വേവിക്കുന്നത്. അതിനെ കുക്കറിൽ എടുത്തിരിക്കുകയാണ്. കുറച്ച് വെള്ളവും ഒഴിച്ചു, അതിൽ ഉപ്പിട്ട് കുക്കറിൽ എടുത്തിരിക്കുകയാണ്. 5 വിസിൽ അടുപ്പിക്കാം. ഇനി കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. 3/4 കപ്പ് തേങ്ങ, 3-4 പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി എല്ലാം അരച്ചെടുക്കാം. ചക്കക്കുരു മാങ്ങാക്കറിക്ക് അത്യാവശ്യം പുളി വേണം. മീഡിയം സൈസുള്ള 2 മാങ്ങയാണ് ഇവിടെ ചേർക്കുന്നത്. മാങ്ങ ഇട്ടതിന് ശേഷം 3 പീസ് അടുപ്പിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി അത് നന്നായി ഉടച്ച് ചേർക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ എരിവും ഉപ്പും എല്ലാം നോക്കാം. നമ്മുടെ എരിവും ഉപ്പും എല്ലാം പാകത്തിനായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായി പാൻ അടുപ്പേ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കരിയാപ്പിലയും ചേർത്ത് അതിനെ മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടെ നന്നായി മൂത്തിരിക്കുകയാണ്. ഇനി നമുക്കതിനെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കതിനെ അടച്ച് വെക്കാം. അതിൻ്റെ ഗ്രാണെല്ലാം കൂടെ കറിയിലോട്ട് ശരിക്ക് ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിനെ തുറന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ചക്കക്കുരു മാങ്ങ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു കറിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.